നമ്മൾ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പുകളിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത്. നമ്മൾ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പരിശോധിച്ചു. 2 മാസത്തിനുള്ളിൽ 5300-ലധികം പരാതികളാണ് ലഭിച്ചത്. ഈ വർഷം ഈ 2 മാസം കൊണ്ട് 105 കോടിയുടെ സൈബർ തട്ടിപ്പാണ് നടന്നത്. കഴിഞ്ഞ വർഷം നടന്നത് 760 കോടിയുടെ തട്ടിപ്പും. സുനിഷ അയലൂരുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുമായി. സുനിഷ അയലൂർ, ഗുഡ് മോർണിംഗ്. കണക്കെടുത്ത് നോക്കിയോ സുനിഷ? സുജിയ, കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം ഞെട്ടിക്കുന്നതാണ് ഈ കണക്കുകൾ എന്നുള്ളത് തന്നെയാണ്. നിരന്തരം ഈ സൈബർ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 2025 തുടങ്ങി 2 മാസം പിന്നിടുമ്പോഴാണ് 105 കോടിയുടെ തട്ടിപ്പ് നടന്നതായി നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനുമേറെ ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ ജെയ്സൺ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും പലരും സൈബർ തട്ടിപ്പിനിരയാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 5330 പരാതികളാണ് ഇതുവരെ സൈബർ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2024 മാത്രം 760 കോടിയുടെ തട്ടിപ്പാണ് നടന്നത് എന്നതാണ്. ഇപ്പോൾ 2 മാസത്തെ കണക്ക് നോക്കുമ്പോൾ പോലും അത് 105 കോടിയുടെ തട്ടിപ്പിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വർഷം പിന്നിടുമ്പോഴേക്കും അത് 700-ലധികം കടക്കുമെന്നത് തന്നെയാണ് നിലവിലെ കണക്കുകൂട്ടൽ. അത്തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എറണാകുളം ജില്ലയിലാണ് കൂടുതൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. റൂറൽ മേഖലയും സിറ്റി മേഖലയും ഒക്കെ നോക്കിയാൽ തന്നെ തട്ടിപ്പിന്റെ വ്യാപ്തി അത് കൂടുതലാണ്. ഈ എറണാകുളത്തെ കണക്ക് മാത്രം നോക്കിയാൽ 21 കോടിയിലേറെ തട്ടിപ്പ്, 21 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എറണാകുളത്താണെന്ന് കണ്ടെത്താൻ കഴിയും. ഇനി തിരുവനന്തപുരം സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 9 കോടിയുടെ തട്ടിപ്പിലധികം തിരുവനന്തപുരം സിറ്റിയിൽ നടന്നിട്ടുണ്ട്. സമാനമാണ് മലപ്പുറം, പാലക്കാട്, കോട്ടയം ജില്ലകളിലും ഇതേ രീതിയിൽ 7 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് സൈബർ തട്ടിപ്പായി നടന്നിരിക്കുന്നത്. തൃശൂരിലും കുറവല്ല, 6.6 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. വയനാടും സമാനമായ രീതിയിൽ തന്നെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ്. പ്രധാനമായും ഇവർ പറയുന്നത് നിക്ഷേപ തട്ടിപ്പിലൂടെയാണ് ഏറ്റവും അധികം പണം തട്ടുന്നത് എന്നതാണ്. ഈ 105 കോടിയുടെ കണക്ക് നോക്കിയാൽ തന്നെ 65 കോടിയുടെ തട്ടിപ്പ് നടന്നത് ഈ നിക്ഷേപ തട്ടിപ്പിലൂടെയാണ്. ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയാകുന്നവർ വിദ്യാസമ്പന്നരും ഒപ്പം തന്നെ ഈ കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുമാണ്. ഇവർ ആദ്യം നിക്ഷേപിക്കുന്നു, അതിൽ വലിയ ലാഭത്തിൽ ലഭിക്കുമെന്ന്. അതായത് സുനിഷ, അതിബുദ്ധി കാണിക്കുമ്പോൾ, അതായത് ബുദ്ധിമാന്മാരെന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾ ഈ അതിബുദ്ധി കാണിച്ച് കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തട്ടിപ്പുകാർക്ക് കൊടുത്തിട്ട് ഇപ്പോൾ നാണം കെട്ട് വീട്ടിലിരിക്കുകയാണെന്ന് ചുരുക്കം. ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. നിലവിലെ കണക്ക് വെച്ച് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് സുജിയ കാണിക്കുന്നത്. കാരണം 65 കോടിയിലേറെ നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ലാഭം കിട്ടുമെന്ന് കരുതുന്നു. ആദ്യം പണം കൈമാറുന്നു. അവർ ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തുന്ന ആളുകളും ആദ്യം തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ നൽകുന്നതും അങ്ങനെയാണ്. വലിയ ലാഭത്തിൽ നൽകുന്നത്, വലിയ പലിശ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. ഇത് വിദ്യാസമ്പന്നരായ ആളുകൾ വിശ്വസിക്കുന്നു. പിന്നെയും കൂടുതൽ പണം നിക്ഷേപിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കുറെ കഴിഞ്ഞ് അക്കൗണ്ട് പരിശോധിക്കുമ്പോഴാണ് ഈ പണം ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം ഇവർക്ക് വ്യക്തമാവുകയും ഇതൊക്കെ ഒരു അലർട്ടായിട്ട് അവര് കാട്ടി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ ഡാറ്റ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താങ്ക് യു സുനിഷ അയലൂർ.